നമസ്കാരം. കേരളത്തിൽ അതിശക്തമായ മഴ തകർക്കുകയാണ്. ആ മഴയ്ക്കൊപ്പം തന്നെ നിലമ്പൂരിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പും നാൾക്ക് നാൾ അതിൻ്റെ ചൂടും കൂടി വരികയാണ്. കുമാർ, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വേദിയാവുകയാണ് നിലമ്പൂർ. ഈ നിലമ്പൂരിലെ നിലമ്പോര് ഏത് രീതിയിലാകും എന്നുള്ള വലിയ ഒരു ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. എന്തു തന്നെയായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഇതിൻ്റെ പുതിയ തലങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. നിലമ്പൂർ സ്വരാജിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ, ശക്തമായ സ്ഥാനാർത്ഥിയെ ഇടത് പാളയത്തിൽ നിന്ന് നിർത്തുന്നുണ്ടെങ്കിൽ അത് സ്വരാജ് ആയിരിക്കുമെന്ന് തന്നെ ആദ്യം മുതൽ തന്നെ ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. സ്വരാജ് കളത്തിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിലെ നിലമ്പൂര് ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? കാര്യം സ്വരാജിനെ അറിയാം, പൊതുവേ ധാർഷ്ട്യം നിറഞ്ഞ ഒരു പിണറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇടത് പക്ഷത്തിലെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു മുഖമായിട്ടാണ് മാധ്യമങ്ങളൊക്കെ സ്വരാജിനെ കാണുന്നത്. ആ സ്വരാജ് ഇത്തരത്തിൽ നിലമ്പൂരിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത്? അല്ല, ഇതിനകത്ത് ഈ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അതായത് LDFും UDFും തമ്മിലൊരു തുറന്ന പോരിലേക്ക് വരുന്നു. അൻവർ അവിടെ ഒരു ഭാഗത്തിരുന്ന് അലുമ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷേ LDFും UDFും തമ്മിലൊരു തുറന്ന പോരിലേക്ക് വരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെടാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായി വൈകിയിട്ടില്ല. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ആര്യടൻ ഷൗക്കത്തിനെ നിശ്ചയിക്കുന്നു, പിന്നീട് LDF സ്ഥാനാർത്ഥി വരുന്നില്ല. അപ്പോഴൊക്കെ LDF സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ UDF ക്യാമ്പിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. UDFിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് രാത്രിയായതിനാൽ നിർത്തി, നാളെ വീണ്ടും തിരച്ചിൽ തുടരും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പരിഹാസം UDF ക്യാമ്പിൽ നിന്നുണ്ടായി. അതേ UDF ക്യാമ്പിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ നിർത്ത്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുക, എം സ്വരാജ് എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ UDFിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഉയർത്തിയിരുന്നു. ആ UDFിൽ നിന്നുള്ള ഒരു ആവശ്യമായിരുന്നു എൻ സ്വരാജിനെ നിർത്തുക എന്നുള്ളത്. ആ ആവശ്യം LDF അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ നിലമ്പൂർ മണ്ഡലം ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. 45% ഹിന്ദു വോട്ടർമാരുണ്ടെങ്കിലും 43% കുറഞ്ഞതാണ്. 2011 സെൻസസ് അനുസരിച്ച് നോക്കിയാൽ 43% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം. ആ മണ്ഡലത്തിലൊരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് ഇപ്പോഴത്തെ കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ മത്സരിപ്പിക്കുമെന്ന് നമുക്ക് ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ എം സ്വരാജ് അവിടേക്ക് വരുന്നു. UDFിൻ്റെ ആവശ്യം LDF അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന ഒരു വിചിത്രമായ സാഹചര്യമാണുള്ളത്. എം സ്വരാജ് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണ മനസ്സോടുകൂടിയാണോ ഈ മത്സരത്തിലേക്ക് വരുന്നത് എന്നും സംശയമുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ധാർഷ്ട്യത്തിൻ്റെ ആൾരൂപമായ എം സ്വരാജ്, ബുദ്ധിജീവി എന്ന് സ്വയം അഹങ്കരിക്കുന്ന എം സ്വരാജ് വീണ്ടും മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം നിലമ്പൂർകാരനാണ്, അദ്ദേഹം ഒരു ലോക്കൽ ബോയ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് എന്ന് അല്ല കുമാർ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പോലും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് അത്ര ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ മഴയിൽ കുതിർന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ സ്വരാജ് കൂടി മറുഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പ്രൈം ടൈം ന്യൂസുകളിലൊക്കെ തന്നെ മഴക്കെടുതിയാണ് വാർത്തകളെങ്കിൽ കൂടിയും റൺഡൗണിൽ ടോപ്പ് ഇടത്തിലേക്ക് ഈ നിലമ്പൂർ വരുന്നുണ്ട് ഇന്നലെ മുതൽ. അപ്പോൾ അത്രയും ഒരു ഫാക്ടർ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു ഘടകം ഉണ്ടാക്കിയെടുക്കാൻ സ്വരാജിന് കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ആരവം ഉണ്ടായിട്ടുണ്ട്. എം സ്വരാജ് വന്നു എന്ന് പറയുമ്പോൾ LDF ക്യാമ്പിൽ ഈ എപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഒരു ആരവം, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ്, ഇതൊക്കെ സംസ്ഥാനത്ത് നിന്ന് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരുന്നതാണ്. ആ ട്രെൻഡിനെ നമുക്ക് ആ മണ്ഡലത്തിലെ ട്രെൻഡായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുവെ കേരളത്തിലെമ്പാടും ഒരു സന്തോഷം, അതാ എം സ്വരാജ് വരുന്നു. പക്ഷേ അത് എത്രമാത്രം നിലമ്പൂരിൽ എഫക്റ്റീവ് ആവുന്നു എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ പറയാൻ കഴിയൂ. കാരണം നിലമ്പൂരിൽ എനിക്ക് തോന്നുന്നു എം സ്വരാജിൻ്റെ രംഗപ്രവേശം UDFിന് സന്തോഷം പകരുന്നതാണ്. കാരണം മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ്. അതനുസരിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ
സ്ഥാനാർത്ഥിയാണ് എങ്കിൽ കൂടി ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ആ ഭാഗത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താതെ ഹിന്ദു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് കൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ആഹ്ലാദം നൽകുന്നതാണ്. അൻവറിന് നിരാശയാണ്. കാരണം അൻവർ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ക്ലെയിമുകളും എല്ലാ ആവശ്യങ്ങളും ഒക്കെ മടക്കി വെച്ച് അൻവർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ല, അൻവറിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് വേറൊരു വലിയ വിഷയമാണ്. പക്ഷേ ഈ സ്വരാജ്, ഇപ്പോൾ കുമാർ പറഞ്ഞ പോലെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. പക്ഷേ സ്വരാജിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും ഹിന്ദു അനുകൂല നിലപാടുകൾ എടുക്കുകയോ സ്വയം ഹിന്ദുവാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു നേതാവ്, സമയം കിട്ടുമ്പോഴും അവസരം കിട്ടുമ്പോഴെല്ലാം ഹിന്ദുക്കളെ കുത്തുകയും ഒപ്പം മുസ്ലിം പ്രീണനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു നേതാവ്, ആ സ്വരാജിനെ ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണോ LDF ഈ ഒരു മണ്ഡലത്തിലേക്ക് തന്നെ അയക്കുന്നത്? ശബരിമല പ്രക്ഷോഭ വേളയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഹിന്ദുക്കളെ എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, മുസ്ലിംസിന് അനുകൂലമായി അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് അനുകൂലമായി എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാമോ അപ്പോഴൊക്കെ അവരെ ഒപ്പം നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി സ്വരാജിൻ്റെ ഈ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് കണ്ടറിഞ്ഞാണോ ഒരുപക്ഷെ നിർത്തിയത്? മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ LDF സ്വരാജിനെ അങ്കത്തട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഈ സ്വരാജിനൊരു ദീർഘകാല പദ്ധതിയുണ്ട്. കാരണം സ്വരാജ് ഈ നിലമ്പൂരുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. സ്വരാജിന് മറ്റ് ജില്ലകളിലേക്കൊന്നും വലിയ പാർട്ടി നൽകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇടതുപക്ഷ ബുദ്ധിജീവിയാണെന്ന് സ്വയം അഹങ്കരിക്കുമ്പോഴും സ്വന്തം മുഖ്യമന്ത്രിയെ പോലും അംഗീകരിക്കാത്ത ഒരാൾ കൂടിയാണ് സ്വരാജ്. അത് എടുത്തു പറയേണ്ടി വരും. കാര്യം പണ്ട് VS അച്യുതാനന്ദനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള സ്വരാജ് ഇപ്പോൾ ഒരിക്കൽ പോലും പിണറായി സർക്കാർ എന്ന ഒരു പ്രസംഗത്തിലോ ഒരു പരസ്യവേദികളിലോ പറയാറില്ല. ഇടതുപക്ഷ സർക്കാർ എന്നേ അദ്ദേഹം പറയാറുള്ളൂ. തീർച്ചയായും അത് ഈ പറയുന്നത് പോലെ സ്വരാജിന് അദ്ദേഹം അവിടെ നിലമ്പൂർ ജനിച്ചത് അല്ലെങ്കിൽ മലപ്പുറം ജില്ല ജന്മനാടാണ് എന്ന് പറയുന്നതിൽ സ്വരാജിന് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്വരാജിൻ്റെ രാഷ്ട്രീയമായ അഭിലാഷങ്ങളൊന്നും അവിടെ നടക്കാതെ പോകുന്നു. കാരണം അദ്ദേഹം ഒരു ഹിന്ദുവായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയ ഭാവി ഇല്ല. അദ്ദേഹം 2 തവണ മത്സരിച്ചത് തൃപ്പൂണിത്തുറയിലാണ്. അതിലൊരു തവണ ജയിച്ചു, ഒരു തവണ പരാജയപ്പെട്ടു. സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇവർ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ മതേതരത്വം പൂത്തുലയണം. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വരാജിന് അവിടെ രാഷ്ട്രീയ ഭാവി ഇല്ല. അതുകൊണ്ട് തന്നെ സ്വരാജ് എങ്ങനെയെങ്കിലും തൻ്റെ രാഷ്ട്രീയ ഭാവിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാനുള്ള ശ്രമം ദീർഘകാലമായി നടത്തി വരുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹം വെറുതെ കളയാറില്ല. 2018 പ്രളയത്തിൽ ശബരിമല ആ ഒരു മാസപൂജയുമായി ബന്ധപ്പെട്ട് ആ ഒരു മാസം ശബരിമല തീർത്ഥാടനം നടന്നില്ല. അതുകൊണ്ട് സ്വരാജ് എന്താണ് പറഞ്ഞത്? ശബരിമല തീർത്ഥാടനം നടന്നിട്ടില്ല, ഒരു തീർത്ഥാടകൻ പോലും അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കന്നി അയ്യപ്പന്മാർ മല ചവിട്ടിയിട്ടില്ല. കന്നി അയ്യപ്പന്മാർ മല ചവിട്ടാത്തത് കൊണ്ട് തന്നെ മാളികപ്പുറത്തമ്മയും അതുപോലെ തന്നെ ശബരിമല അയ്യപ്പനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം ബ്രഹ്മചാരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ശബരിമലയെ അധിക്ഷേപിക്കുന്നവർ ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ മാളികപ്പുറം ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം മാതൃസ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അത് ഈ ചരിത്രം മനസ്സിലാക്കാത്ത സ്വാമി അയ്യപ്പൻ സിനിമ പോലുള്ള ചില സിനിമകൾ ഉണ്ടാക്കി വെച്ച കഥ മാത്രമാണ്. മനസ്സിലാക്കാത്തവർ മാത്രമല്ല, ശബരിമലയ്ക്കെതിരെ പറയുന്നവർ പോലും എടുത്തു പ്രയോഗിക്കുന്ന ഒരു കെട്ടുകഥയാണിത്. ഈ കഥയെയാണ് അനുകരിച്ചുകൊണ്ട് ഹിന്ദുക്കളെ, ശബരിമല വിശ്വാസികളെ, കോടാനുകോടി വരുന്ന ശബരിമല വിശ്വാസികളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് അന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ ഉത്തരവാദിത്വരഹിതമായ ഒരു പ്രസ്താവന നടത്തിയത്. അതുവഴി മുസ്ലിം സംഘടനകൾക്കിടയിൽ ഇദ്ദേഹത്തെ ഒരു സ്വീകാര്യനാക്കുക. സമയം കിട്ടുമ്പോഴെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം ഈ ഹിന്ദുവിരുദ്ധ പ്രസ്താവനകൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ എമ്പുരാൻ വിഷയത്തിൽ പോലും പ്രതികരിച്ചു. വാര്യംകുന്നനെ ഇങ്ങനെ വെറുതെ പുകഴ്ത്തുക, ഇതെല്ലാം ഇപ്പോഴും അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തതിന് ശേഷം ഇത് വാര്യംകുന്നൻ്റെ നാടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രീയം സ്വരാജ് ദീർഘകാലമായി കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും നിവർത്തിയില്ല എങ്കിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാഫിറാണ് ഈ സ്വരാജ് എന്ന് ഒരു സന്ദേശം പൊതുവെ സമൂഹത്തിന് ഒരു മുസ്ലിം മണ്ഡലത്തിൽ നൽകുക എന്നതാണ് ഇപ്പോൾ ഈ LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്വരാജിനെ ഇപ്പോൾ നിർത്താനുള്ള കാരണവും സ്വരാജ് ദീർഘകാലമായി ആ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണല്ലോ. അതിനപ്പുറം ഈ സ്വരാജ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്ന ദിവസം തന്നെ കേരളത്തിലെ LDF സർക്കാർ മറ്റൊരു
ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ശബരിമല പ്രക്ഷോഭകാലത്ത് 2018 ശബരിമല പ്രക്ഷോഭകാലത്ത് മാന്നാറിൽ നടന്ന ഒരു സമരം, ആ സമരത്തിന് വാഹനങ്ങൾ തകർത്തു എന്ന പേരിൽ ഇന്ന് FIR ഇട്ട് സമൻസ് അയച്ചിരിക്കുകയാണ്. ആർക്കാണ് സമൻസ് അയച്ചത്? അന്നത്തെ BJPയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്ന് ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ BJP MLA ആയ വന്ധ്യവയോധികനായ 95-ാം വയസ്സ് കടന്നിരിക്കുന്ന രാജഗോപാലിനും സമൻസ് അയച്ചതിന് ശേഷമാണ് ഈ മണ്ഡലത്തിലേക്ക് എം സ്വരാജ് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജാതീയമായി അല്ലെങ്കിൽ മതപരമായി ചില ഓർമ്മപ്പെടുത്തലുകൾ, ഞാൻ ശബരിമല സമയത്ത് എൻ്റെ നിലപാട് ഇതായിരുന്നു, എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള നിലപാടാണുള്ളത്, വാര്യം കുന്നനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അതായത് സ്വരാജിന് മണ്ഡലത്തിൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ പ്രൊമോസും എല്ലാ ട്രെയിലേഴ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ കെട്ടിയിറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UDF ആയാലും LDF ആയാലും, UDF മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുക്കുന്നു. LDF ഈ പറയുന്ന പോലെ എം സ്വരാജ് എന്ന മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതാവ്, ഹിന്ദുത്വത്തെ സമയം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കുന്ന ഒരു നേതാവിനെ അവിടെ പ്ലേസ് ചെയ്ത് മുസ്ലിം വോട്ട് ബാങ്കിനെ വിഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇനി താൻ കാരണം ആ മുസ്ലിം വോട്ട് ബാങ്ക് വിഘടിക്കേണ്ട എന്ന ഒരു ആലോചനയിലാണ് അൻവർ ഈ മത്സര രംഗത്ത് നിന്നും പിന്മാറി നിൽക്കുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ മുസ്ലിം കോൺസെൻട്രേഷൻ ഏത് മുന്നണിയിലേക്ക് പോകുമോ ആ മുന്നണി വിജയിക്കും. നിലവിൽ എനിക്ക് തോന്നുന്നത് അത് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ UDF അനുകൂലമാണ് എന്ന് തന്നെയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് എം സ്വരാജ് എന്ന ഹിന്ദു വിരുദ്ധനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നതാണ് ഈ ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു കോടതി നടപടിയും സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രാജഗോപാലിനെ പോലുള്ള ആൾ ഈ 2018 മാന്നാറിൽ പോയി വാഹനം തകർക്കും എന്ന് ഈ കേരളത്തിലെ ഏത് പോലീസുകാരനാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? എന്നിട്ടും ഇങ്ങനെ ഒരു FIR ഉണ്ടാക്കി സമൻസ് അയക്കുക. ഈ അടുത്ത കാലത്താണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പ്രസംഗത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതും ആ കേസ് കഴിഞ്ഞ വർഷം നവംബറിലാണ് അത് കോഷ് ചെയ്തു പോയത്. കോടതി അത് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അങ്ങനെ ചവറ്റുകുട്ടയിലേക്ക് എറിയാൻ പറ്റുന്ന കേസുകളെടുത്ത് അന്നത്തെ BJP നേതാക്കന്മാരുടെ തലയിൽ വെച്ചു കൊടുത്ത ശേഷമാണ് എം സ്വരാജ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി പ്രതിഫലിക്കുന്നത് കൂടിയാണ്. എന്തായാലും കനത്ത മഴയ്ക്കിടയിലും സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിലെ നിലമ്പോര് അത് ചൂടേറിയതായി മാറുകയാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇതിൽ അൻവർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അത് ഇനിയും ഒരു ഉത്തരം കിട്ടാ ചോദ്യമായി തുടരുകയാണ്. നമസ്കാരം.